ആ ഒരു ഷൂസ് അല്ലെങ്കിൽ ആ ഒരു പദവി ഏറ്റെടുക്കുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈ കേരളത്തിലെ തന്നെ ഏറ്റവും കഠിനമായ ഒരു ജോലിയാണ്. കാരണം പി ജെ ജോസഫ് തൊടുപുഴയ്ക്ക് ചെയ്ത കാര്യങ്ങൾ ഈ കേരളത്തിൽ മറ്റൊരു ജനപ്രതിനിധിയും ഇവിടെ ചെയ്തിട്ടില്ല. തീർച്ചയായിട്ടും ജനങ്ങൾ താരതമ്യം ചെയ്യുമ്പോൾ വലിയ ടെൻഷനിലാണ് ഞാൻ. കാരണം അപ്പച്ചൻ ചെയ്ത കാര്യങ്ങൾ ഈ കഴിഞ്ഞ 50 വർഷക്കാലം ഈ തൊടുപുഴയാക്കിയ ഇടുക്കിയെ മിടുക്കിയാക്കിയ പി ജെ ജോസഫിൻ്റെ പാതയിൽ വരുമ്പോൾ അത് ഏറ്റവും വലിയ ഒരു ഉത്തരവാദിത്തമായിട്ടാണ് ഞാൻ ഏറ്റെടുക്കുന്നത്. അപ്പച്ചൻ എങ്ങനെ തൊടുപുഴയെ സ്നേഹിച്ചിരുന്നോ അതുപോലെ തന്നെ തൊടുപുഴയെ സ്വന്തം കൈവെള്ളയിൽ കൊണ്ട് നടക്കുവാൻ അപ്പച്ചനിൽ നിന്നും അതിനുള്ള ഒരു പ്രചോദനം ഏറ്റെടുത്തുകൊണ്ട് എന്നാൽ കഴിയുന്ന രീതിയിലുള്ള പൊതുജനങ്ങൾക്ക് വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കുവാനുള്ള ഒരു നല്ല ശ്രമം, നല്ല ഒരു ആ ഉത്തരവാദിത്തം പൂർണ്ണമായിട്ടും ഏറ്റെടുക്കുന്ന കാര്യത്തിൽ ഞാൻ ഉറപ്പ് തരികയാണ്. അല്ല, ആ എതിർ സ്വരങ്ങളൊക്കെ വന്നതിൻ്റെ താഴെ വന്ന സമൂഹ മാധ്യമങ്ങളിൽ വന്ന കമൻറ്റുകൾ വായിച്ചു നോക്കിയാൽ മതി. ഒരു വ്യക്തി പോലും അതും സ്വാഭാവികമായിട്ട് രാഷ്ട്രീയത്തിൽ എതിർ സ്വരങ്ങളുണ്ടാവും. എതിർപ്പില്ലാതെ രാഷ്ട്രീയമില്ലല്ലോ. എതിർവിഭാഗമില്ലാതെ എതിർ സ്ഥാനാർത്ഥിയില്ലാതെ രാഷ്ട്രീയമില്ല. അതങ്ങനെ കണ്ടാൽ മതി. പക്ഷേ തൊടുപുഴയിലെ ജനങ്ങളും തൊടുപുഴയിലെ പാർട്ടിയും ഒന്നിച്ച് ഈ പ്രസ്ഥാനത്തിൻ്റെ കൂടെയുണ്ട്. ഒത്തൊരുമയോട് കൂടി ഐക്യജനാധിപത്യ മുന്നണി ഒറ്റക്കെട്ടാണ് തൊടുപുഴയിൽ. ഇവിടെ വേറൊരു സ്വരമില്ല. UDF ഈ വർഷം ഈ തവണ വലിയ ഒരു വിജയത്തിലേക്കാണ് നടന്നു നീങ്ങുന്നത്. ഈ മേഖലയിൽ നമ്മൾ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ തൊടുപുഴയെ വെച്ച് പാർട്ടി ചെയർമാൻ അപ്പച്ചൻ ഒരു പ്രഖ്യാപനം നടത്തി. ഇടുക്കിയും കോട്ടയവും പത്തനംതിട്ടയും നമ്മൾ തിരിച്ചു പിടിച്ചിരിക്കും. ആ ഒരു ഉത്തേജനത്തിലാണ് ഈ 3 ജില്ലകളിലും എല്ലാ ജില്ലാ പഞ്ചായത്ത് സീറ്റുകളിലും അപ്പച്ചൻ പോയി പ്രസംഗിച്ച് ഓടി നടന്ന് മെനക്കെട്ടാണ് ഐക്യജനാധിപത്യ മുന്നണി ഈ 3 ജില്ലകളും തിരിച്ചു പിടിച്ചത്. അതിൻ്റെ ഒരു വലിയ പ്രചോദനവും അതിൻ്റെ വലിയ ഒരു പിന്തുടർച്ചയും ഈ വരുന്ന തെരഞ്ഞെടുപ്പിലുണ്ടാവും. ഈ മക്കൾ രാഷ്ട്രീയം എന്നൊരു ആരോപണം തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് ഉയർത്തി വരാൻ സാധ്യതയുണ്ട്. അതിനെ എങ്ങനെയായിരിക്കും അഡ്രസ് ചെയ്യാൻ? ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയ്ക്ക് ഈ നാട്ടിലെ ഏതൊരു പൗരനും ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള അവകാശമായിട്ട് ഞാനിതിനെ കാണുന്നുള്ളൂ. മക്കൾ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇപ്പം ഞാൻ പറയുന്ന കഴിഞ്ഞ വർഷങ്ങളായിട്ട് ഈ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. ഈ തൊടുപുഴയിൽ പാർട്ടി സംവിധാനം എന്താണെന്ന് ഇവിടെ ഉള്ളവർക്കറിയാം. മണ്ഡലം കമ്മിറ്റികളും വാർഡ് കമ്മിറ്റികളും സംഘടിപ്പിച്ച് പാർട്ടിയെ ചലിപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഈ രംഗത്തേക്ക് വന്നിരിക്കുന്നത്. ഒറ്റ മിനിറ്റ്. മക്കൾ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിരുന്നെങ്കിൽ പി ജെ ജോസഫ് സാറിന് കാലങ്ങൾക്ക് മുമ്പേ മകൻ അബു ജോൺ ജോസഫിനെ തൊടുപുഴയിലോ കേരളത്തിൽ എവിടെയെങ്കിലോ കേരള കോൺഗ്രസിൻ്റെ ഒരു സീറ്റ് കൊടുത്ത് മത്സരിപ്പിച്ച് MLA ആക്കി കൊണ്ടുവരാൻ ഒരു ബുദ്ധിമുട്ടുമില്ലായിരുന്നു. ഇതുവരെ മക്കൾ രാഷ്ട്രീയത്തെ അനുകൂലിക്കാതെ നിന്ന കേരള കോൺഗ്രസിലെ മാതൃകാ നേതാവാണ് പി ജോസഫ് സാർ. ഞങ്ങളൊക്കെ പലപ്പോഴും ചൂണ്ടിക്കാണിച്ചപ്പോഴും അദ്ദേഹം അതിന് തയ്യാറായിട്ടില്ല. ഇന്ന് വിവിധങ്ങളായ സാഹചര്യങ്ങൾ കൊണ്ട് തൊടുപുഴയിലെ നിയോജക മണ്ഡലത്തെ ശക്തമായി മുന്നോട്ട് നയിക്കാൻ പുതിയ തലമുറയിൽ നിന്ന് അബു ജോൺ ജോസഫ് വരിക എന്നുള്ളത് ജോസഫ് സാറിൻ്റെ തീരുമാനത്തോടൊപ്പം കേരള കോൺഗ്രസ് പാർട്ടിയുടെ യോജിച്ചുള്ള തീരുമാനം അക്കാര്യത്തിലുണ്ട്. അബു ജോൺ ജോസഫ് ഇപ്പോൾ പുതുതായി രാഷ്ട്രീയ രംഗത്തേക്ക് വന്നതല്ല. ITN പ്രൊഫഷണൽ കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റായി കേരള കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിലേക്ക് പിന്നീട് പാർട്ടി നേതൃത്വം ചർച്ച ചെയ്ത് ഉയർത്തിക്കൊണ്ടുവരികയും പാർട്ടിയുടെ സ്റ്റേറ്റ് കോർഡിനേറ്ററായി അബു ജോൺ ജോസഫ് തൊടുപുഴയിൽ സ്ഥാനാർത്ഥിയാകും. പി ജെ ജോസഫ് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്ന് ഒഴിയുകയാണ്. അദ്ദേഹത്തിന്റെ മകനായിരിക്കും ഇക്കുറി തൊടുപുഴയിൽ കേരള കോൺഗ്രസ് ജോസഫ് ഭാഗത്തിനായി കളത്തിലിറങ്ങുക. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.